അജാസിന്റെ വല്ലുമ്മാടെ അനിയത്തിയുടെ മോനാണ് ഫഹദ് ഫാസിൽ. അളയനും കാത്തേനും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കാനാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയത്. അവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവർ ഞങ്ങളെ രാത്രി തിരിച്ചു വിട്ടില്ല. അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും ഉറക്കം എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായി. പിന്നെ അളിയൻ ഉച്ചക്കത്തേക്ക് അളിയൻ്റെ സ്പെഷ്യൽ ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ഇറങ്ങാം, ഇപ്പോൾ നല്ല വെയിലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ ഇതുവരെ ആലപ്പുഴ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആലപ്പുഴ ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം, അത് കഴിഞ്ഞ് പോയാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ട് വിട്ടു. അങ്ങോട്ട് പോകുന്ന വഴി അളിയൻ ഞങ്ങളെ കൊണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോകാം എന്നുള്ള തീരുമാനത്തിലെത്തിച്ചു. അല്ലെങ്കിലും അളിയൻ പണ്ടേ ഒരു കൺവിൻസിങ് സ്റ്റാറാണ്. ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു നോർമൽ കടൽ തീരമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്തൊരു വൈബാ. വെറുതെ അല്ല അളിയൻ പറയുന്നത്, ഇത് നീ ഉദ്ദേശിക്കുന്ന സാധാ ബീച്ചല്ലാന്ന്. ആലപ്പുഴ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത് സത്യമാണെന്ന് മനസ്സിലായത്. നട്ട പാതിരാത്രിക്ക് ഷോപ്പെല്ലാം തുറന്നിരിക്കുമായിരുന്നു. ഇവരുടെ റൊമാൻസ് കണ്ടിട്ട് ഇവരുടെ കല്യാണമാണോ ഇപ്പോൾ കഴിഞ്ഞത് അതോ ഞങ്ങളുടെയാണോ എന്ന് എനിക്ക് ഡൗട്ടായി. കാരണം ഞങ്ങൾക്കില്ല ഇത്ര റൊമാൻസ്. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന സാധനത്തിൽ ഒന്ന് കയറി നോക്കി. ഇത് ലേഡീസിന് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇതുപോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നിറയെ കടകളും കുറേ ഗെയിംസും നിറച്ച് ലൈറ്റും ഒക്കെ ആയിട്ട് ഒരു വൈബ് സ്ഥലം. പിന്നെ അവിടെ ഒരു ഷോപ്പിൽ കയറി ചായയും സ്നാക്സും ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ പതുക്കെ കാറ്റും കൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇവക്ക് ഈ ഒരു പമ്പരം വാങ്ങിക്കൊടുത്തു. അവളത് കറക്കുന്നതിന് പകരം പിടിച്ചു നിർത്താനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിന് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ പതുക്കെ കറക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചിന് പാലും കുറുക്കും ഒന്നുമല്ല താല്പര്യം. ഞങ്ങൾ കഴിക്കുന്ന എന്താണോ അതവൾക്ക് വേണം. കൊടുത്തില്ല പിന്നെ മഹാ അലമ്പ. അതുകൊണ്ട് കാത്തു അവൾക്ക് ഐസ്ക്രീം ഇച്ചിരി നാക്കി തൊട്ട് വെച്ച് കൊടുത്തു, സമാധാനിപ്പിച്ചു. കാരണം കൂടുതൽ കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ കുരുപ്പ്? അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നൈറ്റ് അവിടെ കാണുമെന്നിറങ്ങിയപ്പോൾ അശ്വിൻ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഞങ്ങളോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അശ്വിൻ്റെ വീട് ഇതിൻ്റെ കുറച്ചടുത്താണ്. അശ്വിൻ എൻ്റെ മാമൻ്റെ മോളുടെ ഹസ്ബൻഡാണേ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. അവളുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. അവളിവിടെ ഇല്ല, കല്യാണം കഴിഞ്ഞ് തിരിച്ച് ജർമ്മനിക്ക് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് അന്തരീക്ഷം അങ്ങ് മാറിയത്. മൊത്തത്തിൽ പൊടിക്കാറ്റ് പോലൊക്കെ വന്നു. പിന്നെ അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അശ്വിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. കാറിലോട്ട് കയറാൻ കാത്തിരുന്നു മഴ പെയ്യാൻ. പിന്നെ എന്തൊരു മഴയായിരുന്നു. വഴിയിൽ മൊത്തം വീടുകളിലൊക്കെ കറണ്ടും പോയി. അവിടെ ചെന്നപ്പോൾ അശ്വിൻ്റെ വീട്ടിലും പരിസരത്തെ വീട്ടിലും ഒന്നും കറണ്ടില്ല. മൊത്തത്തിലാണെങ്കിൽ മഴയും. ഞാൻ പറയുന്നത് 90% സത്യമാണ്. ആ പറഞ്ഞ സത്യം കേട്ടോ. അളിയൻ പറയുന്നത് 90% സത്യവും ബാക്കി 10% മുഴുവനും തള്ളുമായിരിക്കും. ഇനി നമുക്ക് അളിയൻ്റെ കുറച്ച് മാസ്മരികമായിട്ടുള്ള തള്ളുകൾ കേൾക്കാം. നമ്മുടെ വീട്ടിൽ വന്ന അജാസ് ഇല്ലേ, കായംകുളത്തെ മറ്റേ സിനിമയാണ് ഫഹദ് ഫാസിലിന്റെ മറ്റേ അജാസിന്റെ വല്ലുമ്മാടെ അനിയത്തിയുടെ മോനാണ് ഫഹദ് ഫാസിൽ. സോറി ഫാസില്, ഫഹദിന്റെ വാപ്പ. അവൻ പോയി ദുബായ്. അതെ അതെ, ഹോസ്പിറ്റലിൽ എല്ലാരും ബന്ധുക്കളാ. പിന്നെ എന്നെ എത്രയോ വിളിക്കുന്നത് ഞാൻ ഫോൺ എടുക്കാണ്ടല്ലേ. പിന്നെ ഇതാണ് കേട്ടോ അശ്വിൻ്റെ വീട്. അതായത് ഇനി മുതൽ നമ്മുടെ സുലുമോളുടെയും വീട്. തുമ്പിക്ക് ചെറിയൊരു വയ്യായിക ഉള്ളതുകൊണ്ട് തുമ്പി അത്ര നല്ല മൂഡിലല്ലായിരുന്നു. അശ്വിൻ്റെ സിസ്റ്ററിൻ്റെ വാവയാണേ തുമ്പി. തുമ്പിയെ പിടിച്ച് നിൽക്കുന്നതാണ് ആഷ്ലി, അതായത് അശ്വിൻ്റെ സിസ്റ്റർ. അവിടുന്ന് ഫുഡും കഴിച്ച് അവർക്ക് ടാറ്റ ബൈബയും പറഞ്ഞ് ഒരു കട്ടൻ അടിക്കാനായിട്ട് ഞങ്ങൾ നേരെ വൈബിലോട്ട് വന്നു. ഞാൻ ഇരുന്ന് തകർത്ത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു
ഒരു പയ്യൻ അവൻ വാങ്ങിച്ച ദോശ വീഡിയോ എടുക്കാനായിട്ട് കൊണ്ടുതന്നു. ഇതാണ് ഡുണ്ടു ദോശ, അതായത് ആ രണ്ടാമത് കാണിച്ചേക്കുന്ന ദോശ. വെച്ചെടുത്ത് അയ്യോ ചതിച്ചതാ ആശാനെ, ചതിച്ചതാ. മതി മതി, ഇത് വേണ്ട, പിരിയും പാല്. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയ്ക്ക് ഒരു കുറവില്ലായിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ എവിടോട്ടും പോകാൻ നിൽക്കാതെ നേരെ വീട്ടിലോട്ട് പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് കൊല്ലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അളിയൻ വിടാതിരിക്കാൻ പരമാവധി എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടും ടൈം തീരെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ വാശി പിടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ആലപ്പുഴ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.